നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ മകം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള മാസം തന്നെയാണ്. എങ്കിൽ പോലും 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്തേക്ക് വന്നു. പക്ഷേ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ചൊവ്വയും കർമ്മസ്ഥാനത്തുണ്ട്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഭാഗ്യം അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. മാത്രമല്ല ശശമഹായോഗം ചെയ്ത് ലഗ്നാലെ 7ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതി ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സാധനവന്തി എന്ന് പറയുന്ന യോഗം ചെയ്ത് ശുക്രൻ 12ാം ഭാവത്തിലാണ്. 16ാം തീയതിക്ക് ശേഷം സൂര്യൻ 12ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ കുറച്ച് ചിലവ് ജാസ്തിയാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 19ാം തീയതി ബുധൻ ജന്മത്തിലേക്ക് വരുന്നുണ്ട്. ലാഭാധിപതിയും ധനാധിപതിയും ജന്മത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളൊക്കെ 19ാം തീയതിക്ക് ശേഷം അനുകൂലമായിരിക്കുന്ന രീതിയിൽ അനുഭവിക്കാനുള്ള യോഗം തന്നെയാണുള്ളത്. ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും 2ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ചാലും നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുകയും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത, അല്ലെ കണ്ണ് ചെവി എന്നീ ഭാഗങ്ങളുള്ള വേദന വിഷമങ്ങൾക്ക് യോഗമാണ്. നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്കും അല്ലെ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗത്തിനും സാധ്യതയുണ്ട്. എന്നാലും ഉത്സാഹം വർദ്ധിക്കും. അത് കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നേതൃത്വ സ്വഭാവം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാനേജിംഗ് പൊസിഷനിലുള്ള തൊഴിലൊക്കെ എടുക്കാനും തൊഴിൽ സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. ഇതൊക്കെ ആണെങ്കിലും കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊണ്ടൊക്കെ കുറച്ചൊരു ടെൻഷൻ വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. പ്രത്യേകിച്ചും കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് വിത്തക്ഷയം, പ്രവാസം എന്നീ പറയുന്ന, അതായത് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ, വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, വീട്ടിൽ നിൽക്കുമ്പോൾ അസ്വസ്ഥതകൾ, വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മൾ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് പ്രവൃത്തിയെടുത്താലും അതിന് പ്രതിഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടാതെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള യോഗം ഉണ്ടെങ്കിൽ പോലും തൊഴിലെടുക്കുന്നവർക്ക് മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ വീട്ടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ നല്ല അഭിപ്രായം കേൾക്കാൻ ഇടവരും. ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗം കാണുന്നുണ്ട്. പക്ഷെ എന്തായാലും കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കർമാധിപതി 12ാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുക, തൊഴിലൊരു സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനായിട്ട് സാധ്യത ഉണ്ടാകുകയും ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് യാത്രകൾ വേണ്ടി വരാൻ സാധ്യതയുണ്ട് 16ാം തീയതിക്ക് ശേഷം. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. അപ്പോൾ നല്ല പരിഹാരങ്ങൾ, പ്രാർത്ഥന എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.